ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾ നിയമസഭയിൽ വന്ന അത് വലിയ അസറ്റായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം BJPയിലെ ഏറ്റവും മികച്ച വനിതാ നേതാവ് എന്നുള്ളതല്ല, ഇന്ന് കേരളത്തിലെ മൊത്തം വനിതാ രാഷ്ട്രീയക്കാരിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ്. ശൈലജ ടീച്ചർ വലിയ നേതാവാണ്, പക്ഷേ ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ പാനിരാജിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിള്ളേരോ വേറെ ആരെങ്കിലും ഒക്കെ കോൺഗ്രസിലുള്ളവരോ, ഷാനിമോൾ ഉസ്മാനുണ്ട്, കൃഷ്ണയുണ്ട്, ഇവരെവിടെയെങ്കിലും പോയിട്ടൊരു യോഗം നടത്തുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തൊരു യോഗത്തിലാണെങ്കിൽ കുറച്ച് ആളുണ്ടാവുള്ളൂ. അതേസമയം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എടപ്പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചൊന്നും കൂട്ടിക്കോ, മൈക്ക് കിട്ടിയിട്ട് ഒരു പ്രചരണവും ഇല്ല. പെട്ടെന്നൊരു പിന്നെ അവിടെ വന്നിട്ടൊരു ജീപ്പിൽ മൈക്കും കിട്ടിയിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ 2000 പേര് പുറപ്പെടും. സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും ജനിച്ച് വളർന്നു വന്നിട്ടുണ്ട്. ശരിക്കും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നിട്ടുള്ള ഒരു വനിതാ നേതാവ് തന്നെയാണ്. വനിതാ നേതാവെന്ന് പറയാൻ പറ്റില്ല, BJP നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്.